യൂത്ത് കോൺഗ്രസ് സൈബർ ഗുണ്ടകളുടെ പ്രിയങ്കരനായ രാഹുൽ മാങ്കൂട്ടം MA ഷഹനാസ് എന്ന് പറയുന്ന പെൺകുട്ടിക്കെതിരെ ഒരു മാനനഷ്ട കേസ് കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ MA ഷഹനാസ് എന്ന് പറയുന്ന സാമൂഹ്യ പ്രവർത്തക, അവർ ഒരു കോൺഗ്രസ്സുകാരി കൂടിയാണ്. KPCC നിർവാഹക സമിതി അംഗമാണ് എന്നും പറയപ്പെടുന്നു. അങ്ങനെയുള്ള ഈ വനിത രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ദൃശ്യ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളും അവരുടെ ഫേസ്ബുക്കിൽ കുറിച്ച കാര്യങ്ങളും തനിക്ക് മാനനഷ്ടം വരുത്തിയിട്ടുണ്ട്, മാനഹാനി വരുത്തിയിട്ടുണ്ട്, കേരള സമൂഹത്തിന് മുമ്പിൽ താൻ അപമാനിതനായി പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം ഷഹനാസിനെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. ഇത് ഒരു പ്രതിരോധ തന്ത്രം കൂടിയാണ് എന്ന് നമുക്കറിയാം. അതായത് ഒരു വ്യക്തി ആ വ്യക്തിക്കെതിരെ പരാതിയുമായിട്ട് വരുന്ന മറ്റൊരു വ്യക്തിക്കെതിരെ തിരിച്ചു കേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വാദിയെ പ്രതിയാക്കുന്ന പരിപാടി. ഇതിലൂടെ പലതും രാഹുൽ മാങ്കൂട്ടം ലക്ഷ്യം വെക്കുന്നുണ്ട്. അതായത് നിലവിൽ നിരവധി ലൈംഗിക പീഡന പരാതികൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പല പെൺകുട്ടികളും കൊടുത്തിട്ടുണ്ട്. ഇനി പലരും തത്തുല്യമായ പരാതികളുമായിട്ട് രംഗത്ത് വരാനും സാധ്യതയുണ്ട്. എന്നാൽ ഈ ശ്രമങ്ങളെയൊക്കെ മുനയിലെ നുള്ളിക്കളയുക എന്നതാണ് രാഹുൽ മാങ്കൂട്ടം ലക്ഷ്യം വെക്കുന്നത്. അതായത് ഒരിക്കൽ പരാതി കൊടുത്ത ഒരു പെൺകുട്ടിക്കെതിരെ 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഇയാൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 10 കോടി എന്ന് കേൾക്കുമ്പോൾ എതിർപക്ഷത്ത് നിൽക്കുന്നവർ ഒന്ന് അന്താളിച്ചു പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്രകാരം ഇയാൾക്കെതിരെ ആരെങ്കിലും പരാതിയുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അയാൾ കോടതിയിൽ കേസ് കൊടുത്തു കഴിഞ്ഞു, കോടതി എങ്ങാണ്ടും 10 കോടി എന്നൊക്കെ പറയുന്ന സംഖ്യ നഷ്ടപരിഹാരമായിട്ട് ഇയാൾക്ക് കൊടുക്കണം എന്ന് വിധിച്ചു കഴിഞ്ഞാൽ തങ്ങൾ തെണ്ടിപ്പോകും എന്ന കാര്യം ഈ പരാതിക്കാർക്കും ഇനി പരാതിയുമായിട്ട് രംഗത്ത് വരാൻ സാധ്യതയുള്ളവർക്കും ബോധ്യമുണ്ടാവണം എന്നൊരു പ്രതിരോധ തന്ത്രമാണ് ഇയാളിവിടെ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ടു പോയ തൻ്റെ ഇമേജ് അത് തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യമാണ് ഉള്ളത് എന്നർത്ഥം. കാരണം തെരഞ്ഞെടുപ്പ് വളരെ അടുത്ത് വന്നു നിൽക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മുടെ നിയമത്തിൻ്റെ ഒരു സ്ഥിതിവിശേഷം നമുക്കറിയാവുന്നതാണ്. കാരണം നമ്മുടെ നിയമത്തിന് നിരവധി പഴുതുകളുണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ കോടതി വിധി എപ്രകാരമാണ് വരിക എന്നുള്ളത് നമുക്ക് നിശ്ചയമില്ല. മിടുക്കുള്ള വക്കീലന്മാരും പ്രതികൾക്ക് വേണ്ടി കോടികൾ മുടക്കാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ എത്ര വലിയ അപരാധത്തിൽ നിന്നും ഈസിയായിട്ട് രക്ഷപ്പെട്ടു പോരാനുള്ള പഴുതുകൾ നമ്മുടെ നിയമത്തിൽ ധാരാളമുണ്ട്. ഒരുപക്ഷെ ഈ കേസ് വിധിക്കുന്ന ജഡ്ജി ആ ജഡ്ജിയുടെ മുമ്പിൽ വെച്ച് ഒരാൾ മറ്റൊരാളെ കുത്തിക്കൊന്നു കഴിഞ്ഞാൽ ആ ജഡ്ജി ഇതിന് നിസ്സാക്ഷിയാണെങ്കിൽ കൂടി കോടതിയിൽ ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് പ്രതിയുടെ വക്കീൽ സമർത്ഥനാണെങ്കിൽ അയാൾ ഈ പ്രതി നിരപരാധിയാണ് എന്ന് വാദിക്കുകയും തെളിയിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ തൻ്റെ കൺമുമ്പിൽ വെച്ച് ഒരാൾ പാതകം ചെയ്യുന്നത് കണ്ടാൽ പോലും അയാൾ നിരപരാധിയാണ് എന്ന് വിധിക്കേണ്ട ഗതികേട് ഈ ന്യായാധിപന് അല്ലെങ്കിൽ ന്യായാധിപക്കും ഉണ്ടാകും. അതാണ് നമ്മുടെ നിയമത്തിൻ്റെ ഒരു ലൂപ്പ് ഹോൾസ് എന്ന് പറയുന്നത്. ഈ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുക്കാൻ വേണ്ടി രംഗത്ത് വരുന്ന പലരും പലവട്ടം ചിന്തിക്കും. കാരണം ഇത്ര വലിയ ഭീമമായ നഷ്ടപരിഹാരമില്ല അയാൾക്ക് കൊടുക്കണം എന്ന് കോടതി വിധിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ ഭാവി ജീവിതം കട്ടപ്പുകയാകും. പിന്നെ ആത്മഹത്യ അല്ലാതെ മറ്റൊരു മാർഗവും മുമ്പിൽ ഉണ്ടായിരിക്കില്ല. ഏതായാലും നിലവിൽ ഈ ഷഹനാസിനെതിരെ 10 കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം കേസ് കൊടുക്കുമ്പോൾ ഈ വക ചിന്തകളൊക്കെ മറ്റു പരാതിക്കാർക്കും ഇനി പരാതിയുമായിട്ട് മുന്നോട്ട് വരാൻ സാധ്യതയുള്ളവർക്കും ഉണ്ടാകും. ഏതായാലും ഈ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട്
ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്കെതിരെ കേസ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനെതിരെ കേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല. കാരണം ഈ ആവശ്യപ്പെടുന്ന നഷ്ടപരിഹാര തുകയുടെ 10% കോടതിയിൽ കോർട്ട് ഫീ ആയിട്ട് നമ്മൾ അടയ്ക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം 10 കോടി ആവശ്യപ്പെടുമ്പോൾ 80 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ അയാൾ കോർട്ട് ഫീ ആയിട്ട് കോടതിയിൽ മുൻകൂറായിട്ട് അടക്കണം, കെട്ടിവെക്കണം. എന്നിട്ട് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പിൻകാല ചരിത്രം നമുക്കറിയാം. ഒന്നുമില്ലായ്മയിൽ നിന്ന് 1000 രൂപക്ക് പോലും ഗതിയില്ലാത്തൊരവസ്ഥയിൽ നിന്ന് തെണ്ടിത്തിരിവ് നടന്ന ഒരു പയ്യൻ. ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന തൻ്റെ ഗുരുവിൻ്റെ കയ്യും പിടിച്ച് രാഷ്ട്രീയത്തിലേക്ക് പിച്ച വെച്ച് നടന്നിറങ്ങുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒന്നുമില്ലായ്മയിൽ നിന്ന് 1000 രൂപക്ക് പോലും ഗതിയില്ലാത്ത അവസ്ഥയിൽ നിന്ന് കേശിയുടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി അങ്ങനെ ഒരു MLA വരെയായി, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് വരെയായി വലിയ സ്വീകാര്യത കോൺഗ്രസ്സുകാർക്കിടയിൽ നേടി. മാധ്യമങ്ങളിലൂടെയൊക്കെ ഡിബേറ്റ് നടത്തി വലിയ വലിയ പ്രതിച്ഛായ സൃഷ്ടിച്ച് അങ്ങനെ വലിയൊരു മഹാമേരുവായി ഇങ്ങനെ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇന്ന് അയാൾക്ക് 1 കോടി രൂപ എന്ന് പറഞ്ഞാൽ അത് പുല്ലുപോലെയാണ്. അത്തരത്തിലാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പിച്ച വെച്ച് തുടങ്ങി നാടിന്ന് വരെ ഉള്ള അയാളുടെ പ്രവർത്തന മണ്ഡലങ്ങളുടെയും പ്രവൃത്തികളുടെയും ഫലമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള സാമ്പത്തിക വളർച്ച എന്ന് നമുക്ക് മനസ്സിലാവും. അഥവാ 1 കോടി രൂപ എന്ന് പറഞ്ഞാൽ അയാളെ സംബന്ധിച്ച് ഇന്ന് നിസ്സാരമാണ്. അത് അയാൾക്ക് വേണ്ടി കൊടുക്കാനും തയ്യാറുള്ള ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. അയാളുടെ കയ്യിൽ തന്നെ കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യവും ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ വന്നു ചേർന്നിട്ടുണ്ട്. പക്ഷേ എതിർപക്ഷത്ത് നിൽക്കുന്ന ഷഹനാസ് എന്ന് പറയുന്ന യുവതിയുടെ കാര്യം ഇതല്ല. അവരെ സംബന്ധിച്ച് 10 കോടി എന്ന് പറഞ്ഞാൽ അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു വലിയ സംഖ്യയാണ്. അപ്പോൾ ഈ ഒരു നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം 1 കോടി രൂപ കോടതിയിൽ അടച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം 1 കോടിയൊന്നും ഇയാളെ സംബന്ധിച്ച് ഇന്നത്തെ കാലത്തൊരു പ്രശ്നമേ അല്ല. ഏതായാലും ഈ കേസ് കോടതിയുടെ മുമ്പാകെ വരുമ്പോൾ പരിഗണിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ പ്രതി എന്ന് പറയപ്പെടുന്ന ഷഹനാസ് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആവട്ടെ, അവർ അപകീർത്തികരമായിട്ട് പ്രസ്താവനകൾ നടത്തി എന്ന് പരാതിപ്പെട്ടാൽ ആ പ്രസ്താവനയിൽ സത്യസന്ധമായിട്ട് വല്ലതും ഉണ്ടോ എന്ന് കോടതി പ്രധാനമായിട്ടും പരിഗണിക്കും. അതായത് സംഭവിച്ച കാര്യങ്ങൾ, സത്യസന്ധമായ കാര്യങ്ങൾ, അത് പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ, സമൂഹത്തിന് മുമ്പിൽ വിളിച്ചു പറഞ്ഞാൽ അത് ഒരിക്കലും അപകീർത്തികരമായിട്ട് പരിഗണിക്കാൻ കോടതിക്ക് സാധ്യമല്ല. കോടതി അത് ചെയ്യുകയുമില്ല. അതുകൊണ്ട് ഈ പറയപ്പെടുന്ന വ്യക്തി തനിക്ക് മാനഹാനി ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിൽ എതിർകക്ഷി പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് എന്ന് തെളിയിക്കേണ്ട ബാധ്യത രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെയാണ്. മാത്രവുമല്ല, താൻ കളങ്കിതനല്ല, താൻ മാന്യനാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യതയും രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെയാണ്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സമീപകാല ഹിസ്റ്ററി അറിയാവുന്ന മലയാളികൾ ഈ കേസിനെ വലിയ കൗതുകത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. കാരണം എങ്ങനെയാണ് ഈ കേസിനെ രാഹുൽ മാങ്കൂട്ടം പ്രതിരോധിക്കാൻ വേണ്ടി പോകുന്നത്? അഥവാ താൻ സത്യസന്ധനാണ്, നിഷ്കളങ്കനാണ്, താൻ പീഡകനല്ല, തനിക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളൊക്കെ വെറും ആരോപണങ്ങൾ, ദുരാരോപണങ്ങൾ മാത്രമാണ്. ഇത് പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ വിളിച്ചു പറഞ്ഞ് ഫേസ്ബുക്ക് പേജിലൂടെ പ്രസിദ്ധപ്പെടുത്തി തന്നെ അപകീർത്തിപ്പെടുത്തി എന്ന് രാഹുൽ മാങ്കൂട്ടം കോടതിക്ക് മുമ്പാകെ തെളിയിക്കേണ്ടി വരും. അങ്ങനെ തെളിയിച്ചിട്ടില്ലെങ്കിൽ ഇതിന് വിപരീത ഫലമാണ് ഉണ്ടാവുക. ഏതായാലും അങ്ങനെ തെളിയിച്ച് ഷഹനാസിൽ നിന്ന് 10 കോടി രൂപ നഷ്ടപരിഹാരം നേടിയെടുക്കാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യമാണ്. ഇവിടെ ഈ കേസ് രാഹുൽ മാങ്കൂട്ടത്തിന് വിജയിക്കണമെങ്കിൽ അദ്ദേഹം മാന്യനും കളങ്കരഹിതനും സത്യസന്ധനുമാണ്, നിഷ്കളങ്കനായ ഒരു പൊതുപ്രവർത്തകനാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെയാണ്. കേരള സമൂഹം മുഴുവൻ ചർച്ച ചെയ്ത ഈ വിഷയത്തിൽ
യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഇയാൾ ഒരു നിരപരാധിയാണ് എന്ന് ഇയാൾ വെള്ളപൂശി രക്ഷപ്പെടുത്താൻ മാത്രം പ്രാപ്തിയും കഴിവും പ്രാഗൽഭ്യവുമുള്ള വക്കീലന്മാർ ഇയാൾക്ക് വേണ്ടി ഹാജരായി ഇയാളുടെ നിരപരാധിത്വം തെളിയിച്ചു. ഇയാൾക്കെതിരെ നടത്തിയ അപകീർത്തികരമായ പ്രസ്താവനകളുടെ പേരിൽ ഈ ഷഹനാസിൻ്റെ കയ്യിൽ നിന്ന് 10 കോടി രൂപ വാങ്ങിക്കൊടുക്കാൻ കഴിയുന്ന വക്കീലന്മാർ ആരാണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.